VD സതീശൻ ജമാഅത്തെ ഇസ്ലാമിയെ സപ്പോർട്ട് ചെയ്യും, അതിൻ്റെ ആശയങ്ങളെ പ്രശ്നമില്ല എന്നൊക്കെ പറയുന്നത് ലീഗിന് എത്രത്തോളം ബാധിക്കുമെന്നാണ് സാർ മനസ്സിലാക്കുന്നത്? അല്ല, ലീഗിനെ എത്രത്തോളം ബാധിക്കുമെന്ന് പറയുന്ന ഈ കാര്യം ഷിബിലി പറഞ്ഞ അത്ര ലളിതമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ സപ്പോർട്ട് ചെയ്യല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പത്രസമ്മേളനം ഇതുവരെ ഷിബിലി കണ്ടിട്ടുണ്ടോ? അവരുടെ മതരാഷ്ട്രവാദത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഉണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവർ നന്നായി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പത്രസമ്മേളനം ഷിബിലി കണ്ടിട്ടുണ്ടോ? പി മുജീബ് റഹ്മാനും അതുപോലെ പല ആളുകളൊക്കെ ഇതിനു മുമ്പ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്, പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കാറില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇവർക്ക് വേണ്ടി ഘോര വാദിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതും നേരെ ചൊവ്വേ പോലൊരു പരിപാടിയായിരുന്നു. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ നാളെ കാലങ്ങളോളം ഇത് UDF-നെയും കോൺഗ്രസിനെയും വേട്ടയാടാൻ പോകുന്നൊരു കാര്യമാണ്. കാരണം എന്താ, ഈ നേരെ ചൊവ്വയ്ക്ക് അങ്ങനെ കിടക്കുമല്ലോ ഷിബിലി. അതെ, മനസ്സിലായി? ഇത് റെക്കോർഡാണ്. ഇനി ഇത് അടുത്ത 10 കൊല്ലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞോ പോലും ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ചിലപ്പോൾ വലിയ തലവേദനയായി മാറുന്ന ഒരു കാലത്ത് പോലും ഇതവിടെ കിടക്കും. അതവിടെ നിൽക്കട്ടെ. നമുക്ക് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഇതിൽ എത്രത്തോളം സന്തുഷ്ടരാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ മുതലല്ല, കുറച്ചൊന്ന് ബാക്ക് മുതൽ പരിശോധിച്ചിട്ട് ഇപ്പോൾ ഇതിലേക്ക് വരാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് ഷിബിലിക്ക് അറിയോ? ആദ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കെ സുധാകരൻ KPCC പ്രസിഡൻ്റായി വരുന്ന മുതൽ വലിയ തലവേദനയാണ് മുസ്ലിം ലീഗിന്. ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഒരു മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹം തന്നെ ഒരു തവണ ശാഖക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു, RSS ശാഖക്ക്. ഓർക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിലേക്ക് പോകുന്നില്ല. ഒരു പട്ടിപ്രയോഗം നടത്തി. ഈ പട്ടിപ്രയോഗം നടത്തിയതിൻ്റെ PMA സലാം ചില പട്ടികൾ അങ്ങനെ പറയുമെന്ന് പറഞ്ഞത് മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ആ സമയം മുതൽ ഈ കോൺഗ്രസ് ഇത് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവന്മാർക്ക് എന്ത് വെളിവില്ലാത്തവരാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ മാത്രമല്ല, പല ഘട്ടങ്ങളിലും മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അകത്തുള്ള പ്രശ്നങ്ങൾ തീർക്കണം, അല്ലെങ്കിൽ ഇവിടെ തലവേദനയാവുമെന്ന്. അതെ, ഇത് മുസ്ലിം ലീഗ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഏറ്റവും ഒടുവിൽ VD സതീശൻ തുറന്നു പറയാമല്ലോ. VD സതീശൻ ഇത്രയും കാലത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനിടയ്ക്ക് അദ്ദേഹം കുറച്ചുകൂടി ഗംഭീരമായി കാര്യങ്ങളെ കൊണ്ടുപോകുന്നു. കോൺഗ്രസിനകത്ത് ഒരു പുറമേയെങ്കിലും ഒരു കാണാവുന്ന ഐക്യം വന്നിരിക്കുന്നു. സതീശൻ അതിന് വളരെ കേപ്പബിൾ ആളാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് ഉണ്ടാക്കിയിരുന്നത്. മനസ്സിലായോ? പക്ഷേ അതിൽ നിന്ന് പെട്ടെന്ന് പൊടുന്നനെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമ്മർദ്ദം മൂലമായിരിക്കും അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പിന്തുണ സ്വീകരിച്ചു എന്നുള്ളതിന് പോലും കുഴപ്പമില്ല. കാരണം അത് 2019 കിട്ടിയിട്ടുണ്ട്, പല സമയത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവരെ ന്യായീകരിക്കുന്നു, അവർ മതരാഷ്ട്രവാദികളല്ല എന്ന് പറഞ്ഞവർക്കൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് അദ്ദേഹം വീണുപോയി. ആ വീണുപോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നറിയാമോ ഷിബിലി? യഥാർത്ഥത്തിൽ ഇപ്പം മലപ്പുറത്ത് പോലും ഇവർക്ക് ഇപ്പം അടുത്ത തവണ ഒരു സ്വതന്ത്രനായിട്ട് ഇവർ പറയുന്ന ഒരാളെ നിർത്തി ഒരു കേരളത്തിൽ ഒരാളെ ജയിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് മുസ്ലിം ലീഗിനാണ്. അല്ലെങ്കിൽ തന്നെ മുസ്ലിം ലീഗിനകത്തേക്ക് ഇപ്പം ചെറുപ്പക്കാർ കടന്നു വരുന്നില്ല. അതിൽ വളരെ യങ്ങായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരം തീവ്ര ആശയങ്ങളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവരാണ് എന്നൊക്കെ ഉള്ള ഒരു പൊതുവേ ഉള്ളൊരു ഈ അതുപോലെ ഒരു പൊതുവേ ഉള്ളൊരു വർത്തമാനമുണ്ട് ഇത്തരം കാര്യങ്ങൾ. ഇത് പോട്ടെ, മലപ്പുറത്തിനും അപ്പുറത്തേക്ക് തെക്കോട്ട് അവർക്ക് വലിയ തോതിലൊന്നും ഈ അവരുടെ സ്വാധീനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കൃത്യമായി കണക്കെടുത്തതാണ്. ഷിബിലിക്കറിയാം, ഏതാണ്ട് ഒരു 10-12 ലക്ഷം, അതായത് 95 ലക്ഷം മുസ്ലിംസ് ഉള്ള കേരളത്തിൽ പോലും ഒരു 11 ലക്ഷത്തിനും 10 ലക്ഷത്തിനും 12 ലക്ഷത്തിനോടൊക്കെ വോട്ടാണ് മുസ്ലിം ലീഗിൻ്റെതായിട്ട് ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ കഴിഞ്ഞ തവണ മുസ്ലിം ലീഗ് കിട്ടിയത് 17 ലക്ഷം വോട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. പക്ഷേ ആ 17 ലക്ഷത്തിൽ ഉറപ്പായിട്ടും UDF-ൻ്റെ വോട്ടുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന ഈ മുസ്ലിം ലീഗിനകത്ത് തന്നെ ഇപ്പോൾ PK ഫിറോസും PK നവാസും ഒക്കെ ഒഴിവായി വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു പുതിയ തലമുറയും വലിയ ഒരു ഗ്രൂപ്പൊന്നും കൂടുതലായിട്ട് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ജമാഅത്തുകളും അതുപോലെ തന്നെ SDPI പോലെയുള്ള സംഘടനകൾ ഇവരുടെ തീവ്രത പോരാ, ഇവരെടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണ്. 1992 ബാബറി മസ്ജിദ് തകർന്നു വീണപ്പോഴും ഇവരിതുപോലെയുള്ള അഴകുഴമ്പൻ സമീപനമാണ് സ്വീകരിച്ചത്. ഇവർ കച്ചവടക്കാരുടെ പാർട്ടിയാണ്, ഇവർക്ക് എങ്ങനെയും അധികാരത്തിൽ വന്ന് സുഖസൗകര്യങ്ങൾ കിട്ടിയാൽ മതി എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട്. ഇനി മുസ്ലിം ലീഗിനകത്ത് പലതരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളോട് വളരെ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ, അവരെ അടുപ്പിക്കാത്ത ആളുകൾ. മറ്റു ചില ആളുകൾ എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവരോട് അവർക്ക് പ്രതിപത്തിയൊന്നുമില്ല. മനസ്സിലായോ? അതായത് നേതാക്കന്മാരുടെ പേരൊന്നും ഞാൻ പറയില്ല, ഇവരോട് പ്രതിപത്തിയൊന്നുമില്ല. പക്ഷെ ഭരണം കിട്ടാനായിട്ട് ചില നീക്കുപോക്കുകളോ വോട്ട് കിട്ടാനുള്ള നീക്കുപോക്കുകളൊക്കെ ഉണ്ടാക്കാം എന്നുള്ളത്. ഇനി മറ്റു ചില വിഭാഗക്കാരുണ്ട്. ഇപ്പം പൊന്നാനിയിൽ തന്നെ MK മുനീറിനെ മത്സരിപ്പിക്കേണ്ട, ET മുഹമ്മദ് ബഷീറിനെ മത്സരിപ്പിക്കണം എന്ന് പറഞ്ഞവരാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരോട് വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ തന്നെ സ്വന്തക്കാർ എന്ന് ഇവർ തന്നെ വിചാരിക്കുന്ന മുസ്ലിം ലീഗിനകത്ത ആളുകൾ. അപ്പം ഈ ഘട്ടത്തിലാണ്
വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം CPM ഒക്കെ ഉയർത്തുന്നത്. കാരണം മുസ്ലിം ലീഗിനെ ഇത്തരത്തിലുള്ള ആളുകൾ ഹൈജാക്ക് ചെയ്യുന്നുണ്ട്. ചെയ്യുകയാണെന്നുള്ളത്. അത്തരം അഭിപ്രായവും CPM മാത്രമല്ല ഉള്ളത്, സമസ്തക്കകത്തും അത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ആന്തരികമായി നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ്, ഒന്ന് ആലോചിച്ച് നോക്കണം, ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾക്ക് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് VD സതീശൻ കൊടുക്കും. ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേവരെ മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവ് പോലും അതിനെക്കുറിച്ച് കൃത്യമായ അവരുടെ നിലപാട് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇനി അവർ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? 19-ാം തീയതി കഴിഞ്ഞിട്ട്, ഏത് 19-ാം തീയതി? എല്ലാ മാസവും 19-ാം തീയതി ഉണ്ടല്ലോ. ഇനി 19-ാം തീയതി കഴിഞ്ഞിട്ട് പറയോ, 23-ാം തീയതി കഴിഞ്ഞിട്ട് പറയോ, അതോ 2026 കഴിഞ്ഞിട്ട് പറയോ? ഊരാക്കുടുക്കിലേക്കാണ് മുസ്ലിം ലീഗ് എന്ന് പെട്ടേക്കണ. മനസ്സിലായ? ഈ ചില പട്ടികളൊക്കെ ചെന്ന് മറ്റേ കുടത്തിനകത്ത് തലയിടും, പിന്നെ കുടം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കാവൂലേ? ആ അവസ്ഥയിലേക്കാണ്. ഇനി ഇത് മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ ഷിബിലി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് മുസ്ലിം ലീഗ് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ തോതിലുള്ള വികാരമാണ് ഇവ ജോസഫ് ഗ്രൂപ്പൊക്കെ നേരിടാൻ പോകുന്നത്. ഞാൻ തുറന്നു പറഞ്ഞാൽ ലോങ് ടൈമിലേക്ക് ഈ പരാമർശങ്ങളും ഈ അഭിപ്രായങ്ങളും ഒക്കെ തന്നെ UDF എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ പിടിച്ചുലക്കാൻ പോകുന്ന കാര്യമാണ്. ഇതാരെങ്കിലും വന്ന് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ. ഒരു തവണ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പോയി, അത് കുഴപ്പമില്ലെന്ന് വിചാരിക്കാം. നമ്മളെന്താണ്, ഒരു അബദ്ധം പറ്റിയാന്ന് വേണമെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ തിരുത്തിയാൽ മതിയായിരുന്നു. രണ്ടാമത്തെ ദിവസം നേരെ ചൊവ്വയിൽ വന്നിരുന്നിട്ട് അവരെവിടെയെങ്കിലും ഒരു അതിക്രമം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും, ഞങ്ങൾ എന്തിന് ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയണം, ഞങ്ങൾ എന്തിന് അവരുടെ പിന്തുണ സ്വീകരിക്കാതിരിക്കണമെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ഇറ്റ്സ് ക്ലിയർ, അവർ അസ്പൃശ്യരല്ല എന്നുള്ളത് കൃത്യമായി പറഞ്ഞേക്കാണ്. പിന്നെ ഇതിനിവർ എതിര് പറയാൻ നോക്കുന്ന എന്താണ്? PDP LDF. PDPയുടെ അത്ര വലിയ എതിർപ്പൊന്നും ഇപ്പോൾ ആളുകൾക്കില്ല. കാരണം എന്ന് വെച്ചാൽ മദനിയും ഒക്കെ ഒന്നാമത്തെ അതൊരു സ്പെൻ ഫോഴ്സാണ്, അത് വലിയ ശക്തിയൊന്നും ഇല്ല, സ്വതവേ ദുർബല. പണ്ട് മറ്റേ ഗർഭിണി എന്ന് പറയൂലേ, അത് ആ ഒരു അവസ്ഥയിലാണ് PDP ഒക്കെ. അത് PDP ക്കൊന്നും വലിയ ശക്തിയില്ല, PDP ക്കൊന്നും എങ്ങും വോട്ടുമില്ല. മദനി തന്നെ ആകെ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. ശാരീരികമായി അദ്ദേഹത്തിന് കാഴ്ച ഏതാണ്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ട് കഴിഞ്ഞു, കാലില്ലാത്ത ഒരാളാണ് അദ്ദേഹം. 10 കൊല്ലത്തോളം ജയിലിൽ കിടന്ന ഒരാളാണ്, വിചാരണ കൂടാതെ. പത്രത്തിലുള്ള അദ്ദേഹത്തിനോട് അനുഭാവപൂർണ്ണമായ സമീപനമുണ്ട്. അദ്ദേഹത്തെ വലിയ ഭയപ്പെടുത്തുന്ന ഒരാളായിട്ടോ പേടിപ്പിക്കുന്ന ഒരാളായിട്ടോ ഒന്നും ഇപ്പോൾ ആരും നേരത്തെ കണ്ടിരുന്നു, ശരിയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെയല്ല. ഇനി ഷിബിലിയോട് ഞാൻ തുറന്നു പറയാം, ഒരു ഇൻ്റലക്ച്വൽ സമൂഹം ഉണ്ടല്ലോ എല്ലാത്തിലും. അവർ ഈ ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമി കാണിക്കുന്നത് എന്താണെന്ന് കാണുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് കാണിക്കുന്നത്? അവിടെ മറ്റേ അമ്പലങ്ങൾക്ക് എന്ന് ഇവർ എന്ന് മറ്റേ കാവൽ നിൽക്കും, എന്നിട്ട് റീലെടുക്കും. റീലെടുത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മറ്റേ ക്യാമറയൊക്കെ ഓഫാക്കിയതിന് ശേഷം അമ്പലം തല്ലിപ്പൊളിച്ചിട്ട് തന്നെ വീട്ടിൽ പോയി കിടന്നു. മനസ്സിലായി? അപ്പം ഇത്തരത്തിലുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ പഴയ പോലെയുള്ള ഒരു സമൂഹമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. ഷിബിലി അറിയണത് മുസ്ലിംസ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, അതിൽ ക്രിസ്ത്യൻസ് കുറച്ചുകൂടി കൂടുതലാണെന്ന് ഞാൻ പറയും. കാരണം ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയാണ്. മനസ്സിലായോ? ഇപ്പം നമ്മൾ ഇപ്പോൾ കോട്ടയത്ത് ഷിബിലി ചെന്നു, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഷിബിലിയുടെയും എൻ്റെയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളിലും ബന്ധുക്കളിലും ഒക്കെ നിരവധി പേർ കാനഡയിലും ഓസ്ട്രേലിയയിലും ഗുജറാത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ബാംഗ്ലൂരിലും പല സ്ഥലങ്ങളിലും താമസിക്കുന്നവരുണ്ട് ഇല്ലേ? നാഷണലിയും ഇന്റർനാഷണലിയും പല സ്ഥലങ്ങളിലും താമസിക്കുന്നുണ്ട്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ട്. അപ്പം ആ സിറ്റിയിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമാണ്. മനസ്സിലായി? ഇപ്പം ബാംഗ്ലൂരിൽ വെള്ളമില്ല, എന്തോരം വീട്ടുകാരെ ടെൻഷൻ അടിച്ചെന്ന് അറിയും. കാരണം മക്കളെ മുഴുവൻ അവിടെയാണ്. കാനഡയിൽ ജോലി കിട്ടുന്നില്ല, വലിയ തോതിലുള്ള പ്രശ്നമാണ് കോട്ടയത്തൊക്കെ ചെന്ന്. ഈവൻ മലപ്പുറത്ത് പോലും നിരവധി ചെറുപ്പക്കാർ കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തോരം ചെറുപ്പക്കാർ US-ലുണ്ട്, എന്തോരം ആളുകൾ ഓസ്ട്രേലിയയിലുണ്ട്, എന്തോരം പേര് നമുക്ക് പേര് പോലും പറയാൻ പറ്റാത്ത ലിച്ചൻസ് പോലുള്ള ചെറിയ സൈന്യമില്ലാത്ത രാജ്യങ്ങളിൽ പോലും മലയാളികൾ നിരവധി പേർ. പിന്നെ ഇനി ഇതെല്ലാം പോട്ടെ, ഇനി നമുക്കൊരു ബന്ധവും ഇല്ലെന്ന് വിചാരിക്കും, എങ്കിൽ പോലും ഇതെല്ലാം ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ഒരു കാര്യമില്ല എന്ന് തന്നെ വിചാരിക്കുക. ഒരു ബന്ധു നമ്മുടെ സുഹൃത്തുക്കളോ പുറത്തില്ല. ബട്ട് സ്റ്റിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ TV-യിലൂടെയും ടെലിവിഷനിലൂടെയും യൂട്യൂബ് ചാനലുകളിലൂടെയും സഫാരിയിലൂടെയും സന്തോഷവും അങ്ങനെ പറയുന്നതിലൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സത്യത്തിൽ എൻ്റെ കുട്ടികളൊക്കെ തന്നെ ഷിബിലി അറിയേണ്ടത് ഞാൻ ഞെട്ടിപ്പോകും. എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് ഐറ്റം, ഇപ്പൊ ജപ്പാനിലെ സുഷു മുതൽ നിരവധി കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അറിയാം.
ഇപ്പൊ ടെസ്ല നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ലല്ലോ. ടെസ്ലയോ അല്ലെങ്കിൽ ഇപ്പൊ കുട്ടി തന്നെ കഴിഞ്ഞ ദിവസം എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ അത് ഷിബിലി കേട്ടിട്ടുണ്ടാവും അത്. അതായത് ഇലോൺ മസ്കിന്റെ ബുക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ആ ബുക്കിന്റെ പേര് കൃത്യമായിട്ട് അവൻ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള ബുക്കാണ്. ആ ബുക്ക് വേണമെന്ന് പറഞ്ഞ് ബുക്ക് മേടിച്ചു. നമ്മളെയൊക്കെ ഒരു ചെറുപ്പകാലം, ഇപ്പൊ എൻ്റെ ഷിബിലിക്കൊന്നും കുഴപ്പമില്ല, ഇപ്പൊ എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് നമ്മൾ കൂടിയെന്ന് ആദ്യം അറിയുന്നത് MT അല്ലെങ്കിൽ തകഴി ശിവശങ്കരപ്പിള്ള ഇത്തരത്തിലുള്ള ആളുകളാ. നമ്മൾ പിന്നെയും ഒരു ചെറിയ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ ഫാദർ അത്രയും നന്നായി വായിക്കുമായിരുന്നുകൊണ്ട് നമ്മളൊരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു 4ാമത്തെ 5ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ തന്നെ വേൾഡ് ക്ലാസിക്സ് ഒക്കെ നമ്മൾ അറിഞ്ഞു തുടങ്ങി, സോവിയറ്റ് യൂണിയനിൽ നിന്ന് ബുക്ക് നമ്മൾ അറിഞ്ഞു തുടങ്ങി, മാക്സിം ഗോർക്കിയുടെ അമ്മ അറിഞ്ഞു തുടങ്ങി. ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പൊ അതുപോലുമല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയുടെ റെക്കോർഡാണ് ഷിബിലി എന്ത് ചെയ്യുന്നത്, ജമാഅത്തെ ഇസ്ലാമി ഇവിടെ വല്ല കുഴപ്പവും ചെയ്തിട്ടുണ്ടെന്നൊക്കെ എന്ത് ചെയ്യുന്നത്. ഇതിന്റെ ഡിഫെൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ശരിക്കും പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് മുസ്ലിം ലീഗ് എത്തിച്ചേർന്നേക്കണം. അത് മുസ്ലിം ലീഗിനെ പതുക്കെ ഡാമേജ് ഉണ്ടാക്കും. 1992 മുതൽ തന്നെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കണം. നേരത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരൊറ്റ വ്യക്താവ് ഉണ്ടായുള്ളത് മുസ്ലിം ലീഗ് മാത്രമാണ്. അതിനുശേഷമാണ് PFI വന്നത്, അതിനുശേഷമാണ് SDP വന്നത്, അതിനു മുമ്പാണ് മറ്റേ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ നമ്മൾ സിമി വന്നത്. അപ്പൊ ഇത്തരത്തിൽ പല ആളുകളും എമർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ചെയ്യുന്നത് കൊണ്ടാണ് വലിയ തോതിൽ ഇവര് മുസ്ലിം ലീഗ് അപകടത്തിലാവുന്നത്. അതുകൊണ്ട് ഗ്രാജ്വലി മുസ്ലിം ലീഗിനെ ഡിക്ലൈൻ ചെയ്യപ്പെടാൻ പോകുന്ന പ്രസ്താവനയാണെന്നുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് വലിയ അപകടത്തിലാണ്. അതിന്റെ രോഷം മുഴുവൻ അവരുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർക്കുമുണ്ട്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലും അത് നമ്മൾ കാണേണ്ടി വരും.